ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ എന്നത്തെ പോലെ ഇന്നും എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഇതാ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഫസ്റ്റ് എന്നതാ ഞാൻ എപ്പോഴത്തേയും പോലെ തന്നെ ഞാൻ ഇന്നും ഒരു 7 ലൈൻ കേട്ടോ കിച്ചണിലോട്ടേക്ക് കയറുമ്പം അതിൻ്റെ മുന്നേ രാവിലത്തെ വെള്ളം കുടിക്കലും അതെല്ലാം കഴിഞ്ഞിരിക്കണം കേട്ടോ. പക്ഷെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറാൻ 7 മണിയല്ല അതിന്. ഇതാ ഞാൻ കയറി വരുമ്പം കിച്ചണിൻ്റെ കോല എങ്ങനെയാണ് കേട്ടുള്ളത്. തലേന്ന് രാത്രിക്ക് എല്ലാം ക്ലീനാക്കി വെക്കുന്നതിനെ കൊണ്ട് പിറ്റേ ദിവസം കിച്ചണിലോട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉമ്മച്ചി മുറ്റെല്ലാം അടിച്ച് വാരി തരുന്നുണ്ട്. ഇനി ബാക്കി ഓവറോൾ ഇതാ പോരേൻ്റെ കോല എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മോൻ എണീച്ചിട്ടില്ല, അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല കേട്ടോ. നല്ല ഡോറടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാണ് രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുരേൻ്റെ അവസ്ഥ. ഇനിയിപ്പം ഇരിക്കാനും നിൽക്കാനൊന്നും നേരില്ല. ഇനിയിപ്പം നമ്മൾ നേരെ ഡ്യൂട്ടിയിലോട്ടേക്ക് കിടക്കാം. ഇവനെന്തായാലും ഇപ്പോൾ ഒന്നും നീക്കൂല കേട്ടോ. അപ്പം ആ ഒരു സമാധാനമുണ്ട്. പിന്നെ ഇന്ന് നാസ്തയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഇല്ലേ, അതാണ് കേട്ടോ. ഞാൻ കുറേ ആയി ഇഡ്ഡലി തിന്നാത്ത, കുറേ തന്നെ ആയിരുന്നു കേട്ടോ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കാത്തത്. അത് ഞാനും മോനും മാത്രമാകുമ്പം അങ്കിനെല്ലാം മടി പിടിക്കും. ഇന്ന് ഉമ്മച്ചിയും കൂടി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇഡ്ഡലി ഉണ്ടാക്കാൻ കരുതിയിട്ട് അങ്ങനെ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, പിന്നെ അതേപോലെ തന്നെ വട, ഉഴുന്ന് വട അല്ലേ, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളെ വീട്ടിലെ ആൾക്കാരും വേണം, എന്നാലേ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ. ഞാനും മോനും മാത്രമാകുമ്പം ഞങ്ങൾ ഇതിനൊന്നും നിൽക്കില്ല. നീർദോഷമല്ല, അത് പെട്ടെന്ന് കഴിയുന്നതാണല്ലോ. അപ്പോൾ പിന്നെ അത് ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് കഴിക്കാനും ഉണ്ടാക്കാനെല്ലാം ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് കഴിയുന്നത് ഏതാണോ അത് ഉണ്ടാക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഇഡ്ഡലിക്ക് കൂട്ടാൻ ഞാനിന്ന് ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് അതിലൊപ്പിച്ച്. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ നാസ്തയും എല്ലാം കഴിഞ്ഞ് കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു പിന്നെ ഗ്യാസ് വെച്ച് ഏരിയില്ലേ, അതിൻ്റെ കോലം കണ്ടിക്കില്ലേ, ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നാസ്തെല്ലാം ആക്കി കഴിഞ്ഞ് മോൻ എണീച്ച് എല്ലാം ആക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഇന്നിതാ മീൻ കറിയും ചപ്പുപ്പേരിയും മീൻ പൊരിച്ചതാണ് കേട്ടോ ഉച്ചക്കത്തേക്കുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുക്കിംഗ് പരിപാടിയെല്ലാം വേഗം തീരില്ല. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറി ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മീൻ ഫസ്റ്റ് മുറിച്ച് വെക്കും, തക്കാളിയെല്ലാം മുറിച്ച് വെക്കും. അങ്ങനെ മീൻ കറിക്ക് വേണ്ട സെറ്റപ്പില്ലേ അത് ഫസ്റ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെക്കും. പിന്നെ ഉപ്പേരി ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പേരിക്ക് ഉള്ളതും, ഇപ്പോൾ ചപ്പുപ്പേരി ആണെങ്കിൽ ചപ്പ് മുറിക്കുക, പിന്നെ ചപ്പിന് വേണ്ട മുളക്, പിന്നെ വെളുത്തുള്ളി, ഉള്ളി അതെല്ലാം ഒന്ന് ചതച്ചെടുക്കുക, തേങ്ങ ഒന്ന് ചിരവി വെക്കുക, അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കും. എന്നിട്ട് ഇതാ 2 അടുപ്പിലുള്ളത്, അപ്പോൾ 2 അടുപ്പിലും ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കിങ് തീരുന്ന പോലെ തോന്നൂട്ടാ. പിന്നെ ഇതേപോലെ ഇങ്ങനെ 3-4 അടുപ്പുള്ള ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണിയെല്ലാം ഈസിയായി തീരും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ 2 അടുപ്പാണെങ്കിലും വേഗം തീരെല്ലാം ചെയ്യും. നമ്മളിതാ എല്ലാം ഒന്നിങ്ങനെ എന്താ പറയുക, എല്ലാം ഒരുക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം ഒന്ന് വെന്ത് എനിക്കുണ്ടെങ്കിൽ അടുത്തത് വേഗം വെക്കാമല്ലോ. ഇനിയിപ്പം ഇന്ന് ചപ്പുപ്പേരില്ല, അപ്പം ചപ്പ് വേവുന്നായിട്ടല്ല, അപ്പം ഞാനത് പിന്നെ വേഗം വെന്ത് എനിക്കുണ്ടെങ്കിൽ ആടെ മീൻ പൊരിയാൻ വെക്കും കേട്ടോ. അങ്ങനെയെല്ലാം ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്കിംഗ് എല്ലാം തീരും. ഇന്നത്തെ ചപ്പ് ഏത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ പച്ച ചീരയില്ലേ, അതാണ് കേട്ടോ ഇന്നത്തെ ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഇറക്കി വെച്ചിട്ട് ഇവിടെ
മീൻ പൊരിയാൻ വേണ്ടിയിട്ട് വെക്കലാണ് കേട്ടോ. സാധാരണ ഞാൻ പണിയെല്ലാം തീർത്തിട്ടാണ് മീൻ പൊരിയാൻ വേണ്ടി വെക്കൽ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് കേട്ടോ, ഭയങ്കര സ്മെല്ല് പോലെ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ കറിയെല്ലാം ആയി. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു കോലം ഗ്യാസ് വെച്ച ഏരിയത്തെ. പിന്നെ ഇതാ ഈ ഒരു കോർണർ ഏരിയ ഞാൻ അങ്ങനെ അങ്ങോട്ട് ക്ലീൻ ആക്കലില്ല, 1-2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ക്ലീൻ ആക്കൽ. അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ നല്ലോണം സോപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരക്കലാണ് കേട്ടോ. അതിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ആ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ നീക്കേണ്ട മടി കാരണം ഞാൻ 1-2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അതിങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കൽ. ഇനിയിപ്പോൾ ഇതാ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് അത് അതേപോലെ തന്നെ വെക്കലാണ് കേട്ടോ. അതേപോലെ ഇതാ ഗ്യാസിൻ്റെ ഏരിയ ഒന്ന് നന്നായിട്ടൊന്ന് സോപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. പിന്നെ ഈ ഒരു ഗ്യാസ് വെച്ച ഏരിയ നമുക്ക് രാവിലെയും പിന്നെ കുക്കിങ്ങെല്ലാം മോന്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മോന്തിക്കും ഇങ്ങനെ സോപ്പിട്ട് കഴുകൽ മസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, എന്തോ ഒരു പൊറുതേടായിരിക്കും അവിടെ പിന്നെ കുക്ക് ചെയ്യാനായിട്ടോ. ഇനിയിപ്പോൾ ഇതാ ഗ്യാസ് വെച്ച ഏരിയയും ഒരു 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിനെക്കൊണ്ട് ഞാനിതാ ഒരു തുണിയിൽ കുറച്ച് കംഫർട്ട് ആക്കി കൊടുത്തിട്ട് ഒന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കംഫർട്ടിന് നല്ലൊരു സ്മെല്ലല്ല, അതിനെക്കൊണ്ട് മീൻ കറീൻ്റെയും മീനിൻ്റെ എല്ലാം ഒരു സ്മെല്ല് അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ കിച്ചണിൽ. പിന്നെ ഈ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ ഒരു സ്മെല്ല്. അപ്പം അത് ഒന്നാക്കിയിട്ട് ഒന്ന് എല്ലാ ഏരിയ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എനിക്ക് ചെയ്യാനുള്ളൊരു പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ കബോർഡില്ലേ ഇത് ഞാനിങ്ങനെ കയ്യിൽ സ്പൂണ് അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം വെക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതൊന്ന് ഇന്നൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് ക്ലീൻ ആക്കുന്നതിന് മുന്നേ ബാക്കിയുള്ള എല്ലാ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി തുടച്ച് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോലം പറയണ്ട, മോനിങ്ങനെ സ്പൂണെടുത്ത് കളിക്കുന്നതും കൊണ്ട് ഫുള്ള് എന്താ പറയുക ചറപറയാണ് കേട്ടോ ഉണ്ടാവുക. ഞാൻ എത്ര ഒതുക്കി പെറുക്കി വെച്ചാലും അത് ചറപറയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാനത് മൈൻഡ് ആക്കലേ ഇല്ല, അത് എന്തോ ആവട്ടെ കരുതിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ വിടലാണ്. ഇനിയിപ്പോൾ അതിന് എല്ലാ സാധനവും എടുത്തിട്ട് ഇതാ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സാധാരണ നമ്മളെ കമ്പിച്ചേരിയില്ല, അതിൽ കുറച്ച് സോപ്പാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കലാണ് കേട്ടോ. ഒന്ന് കറയെല്ലാം പിടിച്ച് കഴിഞ്ഞു, കാരണം ഞാനിത് കുറച്ചധികം തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ട് ഒന്ന് വെള്ളമെല്ലാം അയക്കേണ്ട ഇങ്ങനെ കറ പിടിക്കുമല്ലോ, ഒരു ഇരുമ്പിൻ്റെ കറ, ആ ഒരു കറയെല്ലാം പിടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഉരച്ചിട്ട് എടുക്കലാണ്. എന്നിട്ട് ഒരു നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അത് തുണി കൊണ്ട് തുടച്ച് എനിക്കുണ്ടെങ്കിൽ പിന്നെ എല്ലാ സാധനം അതിൽ ഒതുക്കി പെറുക്കി വെക്കും കേട്ടോ. വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇപ്പം തന്നെ അത് അൽക്കുലത്താവും കേട്ടോ. എനിക്ക് ഉറപ്പ് അതെന്തായാലും ഇപ്പം തന്നെ അൽക്കുലത്താവും, കാരണം അവനിങ്ങനെ സ്പൂൺ എടുത്ത് കളിക്കുന്നതിനെ കൊണ്ട് അത് നിൽക്കൂല. എത്ര ഒരിക്കൽ പെറുക്കി വെച്ചാലും അതിനെക്കൂടെ എനിക്ക് ഈ ഒരു ഏരിയ ഒരിക്കൽ പെറുക്കി വെക്കാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാൻ അങ്ങനെ വിടലാണത്. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് ഒരിക്കൽ പെറുക്കി ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഏരിയ ഞാനിതാ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാ ഏരിയയും ഒന്ന് തുടച്ചെടുത്തത് കൊണ്ട് അടുക്കള മാത്രം ബാക്കിയായി. അപ്പോൾ അതും കൂടി ഒന്ന് വേഗം ഒന്ന് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. അപ്പം അത്യാവശ്യം പണിയെല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കുള്ള പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേയായി പിന്നെ ഉള്ളിൽ വെച്ച ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാത്തതും വെള്ളം മാറ്റി കൊടുക്കാത്തതല്ലോ കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇതാ വെള്ളം ഒഴിക്കേണ്ട ചെടികൾക്ക് ഞാൻ വെള്ളം ഒഴിച്ചെടുക്കലാണ്. പിന്നെ ആ ചെടി കുറേ എണ്ണത്തിൽ ഇങ്ങനെ മഞ്ഞ ഇലയെല്ലാം വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറിച്ചളയാൻ വേണ്ടി നിൽക്കില്ല, അത് തനിയെ പൊഴിഞ്ഞു പോട്ട് ചെയ്തിട്ട് അതങ്ങനെ വെച്ചതാണ്.
പിന്നെ ഞാനിതാ ഈ ചെറിയൊരു ജാറിലാക്കിയിട്ടുള്ള ഈ ഒരു മണി പ്ലാന്റ് കണ്ടോ, അതിൻ്റെ വേരെല്ലാം ഭയങ്കര പച്ച പായൽ പിടിക്കുന്ന പോലെ ആവുന്നു കേട്ടോ. അത് എത്ര പെട്ടെന്നാണ് വരുന്നത്, നമ്മൾ ക്ലീൻ ആക്കും 2 ദിവസം കൊണ്ട് പിന്നെ അങ്ങനെ ആവുന്നു കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ അതും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊന്നും ഞാനിങ്ങനെ എന്താ പറയുക, എൻ്റെ കൈ കൊണ്ട് ഞാനൊരു ചെടി വരെ നടാത്ത ഒരാളാണ് കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടമേ ഉണ്ടായിക്കില്ല. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്വന്തം പുരയെല്ലായപ്പം ചെടീനോടുള്ള ഒരു ഇഷ്ടമെല്ലാം വന്നിട്ടോ. അങ്ങനെയാണ് ഞാൻ ചെടിയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ എനിക്ക് ചെടീനെക്കുറിച്ച് ABCD വരെ അറിയില്ല കേട്ടോ. ഒന്നും അറിയില്ല, ഇത് എങ്ങനെ നട്ടാലാ വളരുക ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റേതായ ഒരു രീതിക്ക് അങ്ങനെ ഫോളോ ആക്കി പോകുന്നുണ്ട്, എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനെ ഈ ഒരു ബാമ്പുവിൻ്റെ വെള്ളം ഞാൻ കുറേ ആയിട്ടോ ഞാൻ മാറ്റാത്ത. കുറേ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തിൻ്റെ ഏറെയല്ലായി ഞാൻ മാറ്റാത്ത. അപ്പം അതിൻ്റെ എല്ലാം ഒന്ന് വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് വെക്കലാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയെല്ലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.